10-75 കൊല്ലം മുമ്പ് പാലാ സെന്റ് തോമസ് കോളേജ് സ്ഥാപിതമായി അധികം കഴിയും മുമ്പ് നടന്ന ഒരു ചെറിയ സംഭവമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രശസ്തനായ ഒരു റൗഡി സെന്റ് തോമസ് കോളേജിന്റെ മുന്നിൽ നിന്ന് കുരിശുപള്ളി കവലയിലേക്ക് കൊലവിളി മുഴക്കി നടക്കുകയാണ്. എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാണ് യാത്ര. ഈ സമയത്ത് ഇപ്പോഴത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നും മറ്റൊരു റൗഡി ഇതേ രീതിയിൽ തന്നെ കൊലവിളിച്ച് മുന്നോട്ട് നടക്കുന്നു. അന്ന് ആ പ്രദേശങ്ങളെല്ലാം വളരെ വിജനമായിരുന്നു. ഏതായാലും ജനങ്ങളെല്ലാം ആകാംക്ഷാഭരിതരായി. ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടിയാൽ എന്തും സംഭവിക്കാം. അത് നേരിൽ കാണുന്നതിന് വേണ്ടി ജനം കുരിശുപള്ളി കവലയ്ക്കൽ ഒത്തുകൂടി. രണ്ടു കൂട്ടരും ഏതാണ്ട് അവിടെയാണ് കൂട്ടിമുട്ടാൻ സാധ്യത. അങ്ങനെ ജിഹ്വ വിളിച്ചുകൊണ്ട് രണ്ടുപേരും കുരിശുപള്ളി കവലയ്ക്കലെത്തി. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. ജനങ്ങളെല്ലാം ആകാംക്ഷഭരിതരായി നിൽക്കുകയാണ്. ഒരു സൂചി തറയിൽ വീണാൽ സൗണ്ട് കേൾക്കും, അത്ര നിശബ്ദത. ഉടനെ രണ്ടുപേരും കൂടി വട്ടം കെട്ടിപ്പിടിച്ചു. ജനങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരോടും കൂടി ഏറ്റുമുട്ടാൻ ആരെങ്കിലും ഉണ്ടോടാ എന്ന്. ഏതാണ്ട് അതുപോലെയാണ് പാലായിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം. ഇപ്പോഴത്തെ MLA ജിഹ്വ വിളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പക്ഷേ മറുപുറത്ത് നിന്ന് ആരും പ്രതികരിക്കുന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിക്കാമെന്ന് കരുതിയിട്ടും വായിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്ത ഒരൈറ്റമാണ് മറുവശത്ത് നിൽക്കുന്നത്. ക്ഷമ കെട്ട് നിൽക്കുമ്പോഴാണ് മൂന്നാം ചേരിയുടെ പേരും പറഞ്ഞ് പുതിയൊരവതാരം ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കളത്തിൽ വരുന്നത്. ഇവർ തമ്മിലുള്ള പോരാട്ടമെങ്കിലും ഒന്ന് നേരെ കാണാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരോടും കൂടി ഏറ്റുമുട്ടാൻ ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിച്ച് ഇരുവരും കൂടി അജ്ഞാതനായ ശത്രുവിനെ വെല്ലുവിളിക്കുന്നത്. അതിന് പാവപ്പെട്ട ഒരു കൗമാരക്കാരിയും കൂടെ കരുവായി എന്നത് ഓർക്കുമ്പോഴാണ് പാലക്കാർക്ക് ചിരി വരുന്നത്. ജഗപുകയായിട്ടാണ് മൂന്നാമൻ കളത്തിലിറങ്ങി നിന്ന് കളിക്കുന്നത്. അപ്പനും ഞാനും സുഭദ്രയുമാണ് ഇപ്പോൾ വെട്ടിലായത്. അപ്പന്റെ കൂടെ ഇരിക്കുകയും വേണം, അമ്മയുടെ കൂടെ മരിക്കുകയും വേണമെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അവർ മൂന്നുപേരും. UDFന്റെ കെയർ ഓഫിലാണ് പഞ്ചായത്തിൽ മത്സരിച്ചതും ജയിച്ചതും. പക്ഷേ മൂന്നാം മുന്നണിയുടെ അംഗത്വം പോക്കറ്റിൽ കിടക്കുകയാണ്. കൈയൊട്ട് കളയത്തുമില്ല, വളയൊട്ട് ഊരത്തുമില്ലെന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. MLA തോറ്റ ചരിത്രമില്ലാത്ത പാലായിൽ എന്തൊക്കെയോ വഴിമാറ്റവും നടക്കുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നൊരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് പാലായിൽ കണ്ടത് ഓർമ്മയുണ്ട്. വർഷങ്ങളെടുത്തു ചരിത്രം വഴിമാറാൻ. പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ അല്പസമയം മതിയാവും. അതിനുള്ള കരച്ചിലും നിലവിളിയും ഇടർച്ചയും കാണുന്നുണ്ട്. ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നവരാണ് പരസ്പരം സംശയിച്ച് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഇരുവരും പരസ്പരം വീഴ്ത്താനുള്ള വാരിക്കുഴികൾ തീർക്കുന്നുമുണ്ട്. ആരാരുടെ കുഴിയിൽ വീഴുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ചിലരുടെ അടക്കം പറച്ചിൽ അറം പറ്റുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഒരു പരസ്പര സഹകരണ സംഘം പോലെ മുന്നോട്ട് പോകാമെന്നാണ് MLAയും നിയുക്ത MLAയും ചിന്തിക്കുന്നത്. ആരാരെ വീഴുന്നു എന്നത് നോക്കിയാണ് പാലക്കാർ കാത്തിരിക്കുന്നത്.